പത്തരമാറ്റിൻ്റെ പുത്തൻ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് പ്രധാനപ്പെട്ട വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ നന്ദുവിനെ പറ്റിയും അനിയെ പറ്റിയുമാണ്. അതിനിടയ്ക്ക് നമ്മുടെ അനന്തപുരിയിൽ ജലജയും അനാമികയും ജാനകിയും ഒക്കെ ആ രഹസ്യം അറിയുന്നുണ്ട്. ദേവയാനിയും നയനയും ഒന്നിച്ചു എന്ന സത്യവും പിന്നെ കരൾ കൊടുത്ത പെൺകുട്ടി നമ്മുടെ നയനയാണ് എന്നതും. ഏതായാലും ഈ രഹസ്യങ്ങളൊക്കെ അറിഞ്ഞതിൻ്റെ ഷോക്കിലാണ് നമ്മുടെ 3 പേരും. ജലജ പറയുന്നുണ്ട്, ആ നയനയെ എത്രയും പെട്ടെന്ന് അനന്തപുരിയിൽ നിന്ന് പുറത്താക്കണം, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ നിലനിൽപ്പിന് തന്നെ ആപത്താണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഈ വിവരങ്ങളൊക്കെ ഒന്നും വിടാതെ നമ്മുടെ അനാമിക അവളുടെ വീട്ടിൽ പോയി രേവതിയോടും വേണുവിനോടും പറയുന്നുണ്ട്. വേണുവും രേവതിയും പറയുന്നുണ്ട്, നീ അന്ന് കരൾ കൊടുത്തിരുന്നുവെങ്കിൽ നീ ആയിരിക്കുമായിരുന്നു ദേവയാനിയുടെ പ്രിയപ്പെട്ട മരുമകൾ, ഇഷ്ടം പോലെ പണമൊക്കെ കിട്ടുമായിരുന്നു, ആ ഒരു ചാൻസൊക്കെ നീ കളഞ്ഞു കുളിച്ചില്ലേ എന്നൊക്കെ ഒരു കുറ്റപ്പെടുത്തും പോലെ പറയുന്നുണ്ട്. ഇനി നയനയോടൊക്കെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നതായിരിക്കും നിനക്ക് നല്ലത് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെയും തുഷാരയെയുമാണ്. അവരുടെ അടുത്തേക്ക് ട്രെയിനർ വരുന്നുണ്ട്. എന്നിട്ട് നന്ദുവിനെ വിളിച്ചിട്ട് ട്രെയിനർ പറയുന്നുണ്ട്, നിന്റെ ഇന്നലത്തെ പ്രകടനം ഗംഭീരമായിരുന്നു, അതിനുള്ള സമ്മാനം ഉടനെ തരുന്നുണ്ട്. ഇന്നലെ കാമുകൻ വന്നപ്പോൾ നീ നിന്റെ കടമ മറന്നു. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, സാറിന് എന്ത് വേണമെങ്കിലും ചെയ്യാം, എന്നെ പുറത്താക്കാനാണ് സാറിൻ്റെ തീരുമാനമെങ്കിൽ പിന്നെ ഞാനിവിടെ കിടന്ന് കഷ്ടപ്പെടേണ്ടതില്ലല്ലോ, റൂമിലേക്ക് പോയിക്കോട്ടെ എന്ന് പറയുമ്പോൾ ട്രെയിനർ പറയുന്നുണ്ട്, നീ എവിടെ വേണമെങ്കിലും പോയിക്കോളൂ, അപ്പോൾ പിന്നെ എൻ്റെ ജോലി എളുപ്പമാകുമല്ലോ. അത് കേട്ട് നന്ദു ചോദിക്കുന്നുണ്ട്, എന്തിനാ സാറേ എന്നെ മാത്രം ഇങ്ങനെ തെരഞ്ഞു പിടിച്ച് ശിക്ഷിക്കുന്നത്? സാർ ഇവിടെ വന്നപ്പോൾ മുതൽ എന്നെ ഒരു ശത്രുവിനെ പോലെയാണ് കാണുന്നത്. അന്നേരം ആ സാറ് പറയുന്നുണ്ട്, ചില ആൾക്കാർ ഈ പണി പറഞ്ഞിട്ടില്ല മോളെ, നിനക്ക് ഫൈറ്റ് ചെയ്യാനൊക്കെ അറിയാം, പക്ഷേ ക്രിമിനൽ മൈൻഡുള്ള നിന്നെപ്പോലെയുള്ള ആണിനും പെണ്ണിനും കാക്കി യൂണിഫോം പറഞ്ഞിട്ടുള്ളതല്ല. അത് കേട്ട് നന്ദി ചോദിക്കുന്നുണ്ട്, എനിക്ക് ക്രിമിനൽ മൈൻഡ് ഉണ്ടെന്ന് സാറിനോട് ആരാ പറഞ്ഞത്? നിന്റെ സ്വഭാവം കണ്ടാൽ അറിയില്ലേ നിനക്കൊരു ക്രിമിനൽ മൈൻഡ് ഉണ്ടെന്ന്? രാത്രികാലങ്ങളിൽ മുഖം മറച്ച് ആളുകളെ തല്ലുന്ന സ്വഭാവമില്ലേ തനിക്കെന്ന് ചോദിക്കുമ്പോൾ നന്ദു പറയുന്നുണ്ട്, ഇല്ലെന്ന്. അപ്പോൾ ആ സാറ് പറയുന്നുണ്ട്, ഇങ്ങനെ കള്ളം പറയുന്നവരെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് ആവശ്യമില്ല. സാരമില്ല, നിനക്ക് ഞാനൊരു സെൻഡ് ഓഫ് തരുന്നുണ്ട്, തോറ്റവർക്ക് കൊടുക്കുന്ന സെൻഡ് ഓഫ് എന്നും പറഞ്ഞ് നന്ദുവിനെ ഒന്ന് തറപ്പിച്ച് നോക്കിക്കൊണ്ട് അയാൾ അവിടുന്ന് പോകുന്നുണ്ട്. നന്ദു ആകെ വിഷമിക്കുന്നുണ്ട്. എന്നിട്ട് തുഷാരയോട് പറയുന്നുണ്ട്, എടി എന്നെ അയാൾ പുറത്താക്കുമെന്ന് ഉറപ്പായി, അത് അയാൾ തുറന്നടിച്ച് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ തുഷാര പറയുന്നുണ്ട്, ഒന്നുകൂടി അയാളെ കാണേണ്ട രീതിയിൽ കാണേണ്ടി വരുമോ മോളെ? അന്നേരം നന്ദു പറയുന്നുണ്ട്, അയാൾ എനിക്കൊരു സെൻഡ് ഓഫ് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, തോറ്റവർക്ക് കൊടുക്കുന്ന സെൻഡ് ഓഫ്. അതിനു മുൻപ് അതിനേക്കാൾ നല്ലൊരു സെൻഡ് ഓഫ് ഞാൻ അയാൾക്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അയാളായിരിക്കും തോൽക്കുന്നത്. തെറ്റ് ചെയ്യുന്നവർക്ക് മാപ്പ് കൊടുക്കാൻ പറ്റില്ല തുഷാരെ. ഇത് നടപ്പാക്കാനാണ് ഞാൻ ഈ ജോലി തിരഞ്ഞെടുത്തത്. ഇനിയിപ്പോൾ SI ആയിട്ടില്ലെങ്കിലും ശരി, എൻ്റെ സ്വഭാവം അതുതന്നെ ആയിരിക്കും. കാരണമില്ലാതെ ആരെന്നെ ദ്രോഹിച്ചാലും ശരി, അവൻ്റെയൊക്കെ കണ്ണിൽ നിന്ന് കണ്ണീരല്ല ചോര വരുത്തും ഞാൻ എന്നൊക്കെ പറയുന്നുണ്ട് ദേഷ്യത്തോടെ നന്ദു. പിന്നെ കാണിക്കുന്നത് അനിയെയും കൂട്ടുകാരെയുമാണ്. കൂട്ടുകാർ പറയുന്നുണ്ട്, എന്നാലും നീ ഇങ്ങനെ ഒരു മുന്നറിയിപ്പും കൊടുക്കാതെ അവളെ പോയി കാണുമെന്ന് കരുതിയില്ല. അപ്പോൾ അനി പറയുന്നുണ്ട്, എടാ നമ്മൾ കരുതിയതിനേക്കാളും പരുങ്ങലില്ല അവിടുത്തെ ജീവിതം. ആ ട്രെയിനർ ഒരു തരികിടയാണെന്നാണ് തോന്നുന്നത്. അവൾ എങ്ങനെ ട്രെയിനിങ് കംപ്ലീറ്റ് ആക്കുമെന്ന് ഞാൻ അറിയില്ല. അപ്പോഴേക്കും എനിക്ക് നന്ദുവിൻ്റെ കോൾ വരുന്നുണ്ട്. അനി പറയുന്നുണ്ട് നന്ദുവാണ് വിളിക്കുന്നത്. അപ്പോൾ കൂട്ടുകാർ പറയുന്നുണ്ട്, എടുക്ക് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അനി കോൾ എടുക്കുന്നുണ്ട്. എന്നിട്ട് നന്ദു ചോദിക്കുന്നുണ്ട്, നിനക്കിപ്പോൾ തൃപ്തിയായല്ലോ? എന്നെ ദ്രോഹിച്ചപ്പോൾ മിക്കവാറും ആ ട്രെയിനർ എന്നെ പുറത്താക്കും, അല്ലെങ്കിലും എടുത്താൽ പൊന്താത്ത ഭാരമാണ് അയാൾ എൻ്റെ തലയിൽ വെച്ച് തരുന്നത്. അതിൻ്റെ ഇടയിലാണ് നീ കടന്നു വന്നത്. അപ്പോൾ അനി പറയുന്നുണ്ട്, സോറി നന്ദു, നീ വിളിച്ചിട്ട് എടുക്കാത്തത് കൊണ്ട് ഞാൻ വന്നത് എന്നൊക്കെ പറയുമ്പോൾ ദേഷ്യത്തോടെ നന്ദു പറയുന്നുണ്ട്, നീ ഒന്നും പറയണ്ട അനി, എൻ്റെ ജീവിതം തുലയ്ക്കാനായിട്ടാണ് നീ നടക്കുന്നത്. അത് കേട്ട് വിഷമിച്ച് നിൽക്കുന്ന നമ്മുടെ അനിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.